Alappuzha is known as the land of backwaters, the Venice of East, for its scenic beauty. This is the smallest district in Kerala and considered a tourist hotspot. Apart from the beautiful atmosphere and climate, it is famous for its heritage of Mid-Travancore race. It was one of the prominent British trade points in South Kerala. But as it is the smallest district, there are only a few large-scale industries and private companies. This is a story of a spinning mill, which was the great hope of a generation but lost its pride all of a sudden. Kerala Spinners started functioning in 1964. Initially, the mill produced high-quality materials in low budget. The employees were happy and the customers too. The exporters were happy to invest their money. But things changed when the company was handed over to a private management. The management failed to cooperate with the employees and their needs. കേന്ദ്രമന്ത്രിയായിരുന്ന KDS മാളവ്യ ഉദ്ഘാടനം ചെയ്താണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആരംഭിച്ചതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കപ്പെടുമ്പോൾ ഏതാണ്ട് 1200 തൊഴിലാളികളാണ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 1200 തൊഴിലാളികൾ ജോലി ചെയ്തു വരവേ വിവിധ ഘട്ടങ്ങളിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കമ്പനി ലോക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ലേ ഓഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കമ്പനി അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നില്ല. മാർക്കറ്റ് ഏറ്റവും ക്വാളിറ്റിയുള്ള ത്രെഡാണ് ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു കോമളപുരം സ്പിന്നിങ്. എന്നാൽ 2000 കൂടി ബിർള മാനേജ്മെൻറ്റ് ആ സ്ഥാപനം ഉത്തം ഗ്രൂപ്പ് എന്ന ഇൻഡസ്ട്രിയൽ മേഖലയിലെ ഇടനിലക്കാരായിട്ടുള്ള ഒരു ഗ്രൂപ്പിന് കൈമാറുകയാണ് ഉണ്ടായത്. അതങ്ങനെ കൈമാറുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിന് 49% ഓഹരി മൂലധനവും 51% ബിർള മാനേജ്മെൻറ്റിൻ്റെതായിരുന്നു. അങ്ങനെ കൈമാറുന്നത് കേരളത്തിലെ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടാണ് കൈമാറ്റം ചെയ്യപ്പെട്ടതെങ്കിലും കൈമാറിയെടുത്ത സ്ഥാപനം ഉത്തം ഗ്രൂപ്പ് ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പ്രാപ്തമായ സ്ഥാപനമായിരുന്നു. അതേ തുടർന്ന് ആ സ്ഥാപനത്തിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം അവർ കമ്പനി ഏകപക്ഷീയമായി പൂട്ടിപ്പോവുകയാണ് ഉണ്ടായത്. 2003 മാർച്ച് മാസം 23-ാം തീയതിയാണ് കമ്പനി തൊഴിലാളികളുടെ പ്രക്ഷോഭമോ എന്തെങ്കിലും ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ഡിമാൻഡ് മുൻനിർത്തിയുള്ള സമരങ്ങളോ ഒന്നും നടക്കാത്ത സന്ദർഭത്തിലാണ് കേരള സ്പിന്നേഴ്സ് ഏകപക്ഷീയമായി പൂട്ടി മാനേജ്മെന്റ് കടന്നു കളഞ്ഞു. As they could not give the incentives and salary properly, mass protests started inside and outside the company. Without any consideration, the management closed the mill in 2003. Dark shadows of misery fell on the mill, as well as on the employees. The mill was not only the source of their income, but also the hope of their life. As the government changed, they either failed to keep the promises of budget allocation or they simply denied it to the mill. With strong recommendation and protests like Relay Satyagraha by the Employees and Action Council, the LDF government in 2010 granted permission to reopen and renovate the mill. It was renamed as Komalapuram Spinning and Weaving Mill. VS-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഡോക്ടർ TM തോമസ് ഐസക് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായി തീർന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിലെ ആലപ്പുഴയിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പിൻ്റെ ഭാഗമായി ആ സ്ഥാപനം കേരള ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്. സ്വകാര്യ മാനേജ്മെൻറ്റിന് കൂടുതൽ ഓഹരി പങ്കാളിത്തമുള്ളൊരു സ്ഥാപനം ഒരു ഗവൺമെൻറ് ഏറ്റെടുത്ത് തൊഴിലാളികൾക്ക് വേണ്ടി പൊതുമേഖല ഉടമസ്ഥതയിൽ തുടങ്ങുന്നതിന് വേണ്ടി നിശ്ചയിക്കുന്നു. അങ്ങനെ നിശ്ചയിക്കുമ്പോൾ ഏതാണ്ട് 49 കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ സ്ഥാപനം ഇന്നത്തെ രീതിയിൽ നവീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളുടെയും ഒരു കേന്ദ്രീകരണം ആ സ്ഥാപനത്തിൻ്റെ പുതിയ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിട്ടുണ്ട്. This was a rise of a new hope for the villagers and the former employees. The company purchased new machines and renovated the building. However,
The effort did not meet success. Because of many reasons, the government had to lock up the company again. Many debates had occurred in the reopening of the company. Some demanded the reaccommodation of the employees, but government wanted to recruit young, skillful employees based on the written tests and interviews. Between all these controversies, new government took in charge and did nothing for the company and its welfare. These aren't the only reasons. Many reports came up and the company did not get license to use electricity for their production. തൊഴിലാളി പ്രശ്നങ്ങൾ മാത്രം എടുത്തുകാട്ടി സമരങ്ങൾ ഉയർന്നപ്പോഴും കോമളപുരം സ്പിന്നിംഗ് മില്ലിനെ കുറിച്ച് പൊതുജനങ്ങൾ അറിയാതെ പോയ ചില സത്യങ്ങളുണ്ട്. 2010 സർക്കാർ 51 കോടി രൂപ മുടക്കി പുതുക്കിയ ഈ വ്യവസായ കേന്ദ്രത്തിന് പ്രവർത്തനം ആരംഭിക്കാൻ ഇപ്പോഴും പഞ്ചായത്തിന്റെ ലൈസൻസ് ലഭ്യമായിട്ടില്ല. കറണ്ടോ വെള്ളമോ അടക്കം കമ്പനി പ്രവർത്തിക്കാൻ വേണ്ട അടിസ്ഥാന സൌകര്യങ്ങളും ലഭ്യമല്ല. 10 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് ആർഭാടമായി നടത്തിയ ഉദ്ഘാടന ചടങ്ങ് പ്രഹസനമായിരുന്നു എന്ന് അടിവരയിടുന്നതാണ് സ്പിന്നിംഗ് മില്ലിന്റെ സ്പെഷ്യൽ ഓഫീസർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട്. കമ്പനി പ്രവർത്തിക്കാൻ ആവശ്യമുള്ളത്ര വൈദ്യുതി കണക്ഷനു വേണ്ടി ഇനിയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. നാളിതുവരെ ഫാക്ടറി ഇൻസ്പെക്ടറിൽ നിന്നോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നോ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽ നിന്നോ ആവശ്യമായ ഒരു ലൈസൻസും കമ്പനി വാങ്ങിയിട്ടില്ല. വെള്ളവും വെളിച്ചവും ഓഫീസ് മുറിയും മൂത്രപ്പുരയും തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമായിട്ടില്ലാത്ത മില്ല് തുറന്നു പ്രവർത്തിപ്പിക്കാൻ 14 കോടി രൂപ ഇനിയും ആവശ്യമുണ്ടെന്ന് സ്പെഷ്യൽ ഓഫീസർ GM നായർ ഗവൺമെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഇപ്പം ഈ 51 കോടി രൂപ നമ്മൾ മുടക്കി ഇതിൽ നിന്ന് യാതൊരു റിട്ടേൺസും ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രതിവർഷം 5 കോടി രൂപ പലിശ ഇനത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും എമൗണ്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ കമ്പനി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. People who lost their job felt it hard to accept. Still they protested for the basic incentives but were no response from any authorities. Some sought for other jobs as their life started meeting with struggles. Some went for coir works, which is again a prominent and skillful industry in Alappuzha. Some took bank loans and bought cattle and some changed to agriculture. Closing of this company affected the total development of Komalapuram and Rodmukh area. 2003 അടച്ചു കഴിഞ്ഞിട്ട് പെൻഷനായി കിട്ടുന്ന ചെറിയ പെൻഷൻ കൊണ്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്നുവെച്ചാൽ അവിടെ ചെയ്തപ്പോൾ ഒന്നും ചെയ്തില്ലെന്ന് കിട്ടില്ലെന്ന് പറയാനൊക്കെ ഞാൻ സ്ഥലം മേടിച്ച് വീടൊക്കെ വെച്ചിട്ടുണ്ട്. കാശം ഒന്നും ചെയ്തില്ലെന്ന് പറയാനൊക്കത്തില്ല. നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പിന്നെ എന്ത് ചെയ്യാൻ എല്ലാം ചെയ്യാനോ. പക്ഷേ നമുക്ക് എന്തെങ്കിലും സർക്കാർ ഒന്നും ചെയ്തേക്കുള്ള ആഗ്രഹമുണ്ട്. സർക്കാർ ചെയ്യുന്നില്ല. ഒരു പുല്ലുള്ള കാശമായിട്ട് എന്തെങ്കിലും ചെയ്തേക്കൊള്ളാമെന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. തുറക്കത്തില്ല. തുറക്കുന്ന പ്രശ്നം വേണ്ട. കാരണം ഇപ്പോൾ പുതിയ മറ്റേ സർക്കാർ വന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. അവിടെ എല്ലാം കൂടെ ഒട്ടിക്കുന്നല്ല ഒന്നും പണി ചെയ്തു. കറണ്ട് പോലും ഇതുവരെ കിട്ടിയിട്ട് പിന്നെ എങ്ങനെ ഓടി കൊടുത്ത് ഒരിക്കലും കൊടുത്ത് പ്രതീക്ഷയാണ്. അല്ല എനിക്ക് കിട്ടുന്നത് ഞാൻ പെൻഷനായി. ഇപ്പോൾ എനിക്ക് 65 വയസ്സായി. തുറന്നാലും എനിക്ക് ഒരു കിട്ടത്തില്ല. പെൻഷൻ വരുന്നതാണ്. ചെറിയ പെൻഷൻ ചെറിയ പെൻഷനേ ഉള്ളൂ. അതും പോലെ പ്രായമുള്ളൂ. നിസ്സാര നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുത്ത് കിട്ടുന്ന പെൻഷൻ എന്നിട്ട് പോലെ നിസ്സാര പെൻഷൻ ഒരു 32,000 വീട്ടിൽ ജീവിക്കാൻ ചെറുതായിട്ട് ജീവിക്കാൻ അതുപോലെ ഇല്ല. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ഇനി കർഷകർ അതിനേക്കാൾ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ 5-6 വർഷമായിട്ട് ചെയ്തിട്ടിരിക്കുക. ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. വലിയ കുഴപ്പമില്ല. പിടിച്ച് ജീവിച്ച് പോകുന്നു. ഞാൻ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പശു വളർത്ത് തുടങ്ങി. അത് കഴിഞ്ഞ് പശുവിൻ്റെ കൂടെ തന്നെ മുല്ലക്കൃഷി തുടങ്ങി. ഫലത്തിൽ പശു വളർത്തൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വളരെ നഷ്ടങ്ങളായിട്ടുണ്ട്. അത് കാരണം ഞാൻ വേറൊരു തൊഴിൽ തേടിപ്പോയി. ഇപ്പം എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ജോലി ചെയ്തിട്ടാണ് ഇപ്പോൾ ഉപജീവനം കഴിയുന്നത്. ഒരു മേഖല അടയപ്പെടുമ്പോൾ സ്വാഭാവികമായും ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ മറ്റൊരു മേഖല കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെ മറ്റ് മേഖല കണ്ടെത്തുന്നതിന് വേണ്ടി കുറേ പേർ ആശ്രയിച്ച കയർ മേഖലയാണ്. ആ കയർ മേഖല ഇന്ന് അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ, അതായത് നിർമ്മാണ രംഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ പേർ കുടിയേറിയിട്ടുള്ളത്. അത് ആലപ്പുഴ ജില്ലക്കകത്ത് അല്ല, ആലപ്പുഴ ജില്ലയ്ക്ക് വെളിയിൽ എറണാകുളം പോലെയുള്ള വലിയ നഗരങ്ങളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തൊഴിൽ തേടിയുള്ള യാത്രയിലാണ്. ഒത്തിരിയേറെ പേർ കച്ചവട സ്ഥാപനങ്ങളിൽ ഒരു വലിയ വിഭാഗത്തിന് തൊഴിലെടുക്കാനുള്ള, മറ്റൊരു സ്ഥാപനത്തിൽ പോയി തൊഴിലെടുക്കാനുള്ള
കായികശേഷി നഷ്ടപ്പെട്ട സന്ദർഭമാണത്. അപ്പോൾ ഒരു വലിയ വിഭാഗം പട്ടണയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. അവരുടെ മക്കളുടെയും കുടുംബത്തിൻ്റെയും മറ്റാശ്രയത്തിലേക്ക് അവർ കഴിയേണ്ടി വന്നു. People blame the government, and the government says they have no money under budget allocation for the company. As different political parties came to power, they started neglecting the issue. Agriculture is the main source of income in Alappuzha. These small industries are capable of changing the face of Alappuzha in a better way, but they struggle for their existence. Many companies like Autocost, Excel Glasses and KSTP face the same threat. Still their cries are unheard.